6:30 ഒരു ഫ്ലൈറ്റ് തരാം, അല്ലെങ്കിൽ 6:30 ഫ്ലൈറ്റിന് വന്ന് വെയിറ്റിംഗ് ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ അപ്പുറത്ത് പോയി ആ സിസ്റ്റർ ശ്രീയോട് പറഞ്ഞു, തീർച്ചയായും ഇവിടെ പോകണം, എങ്ങനെയെങ്കിലും എന്നും സഹായിക്കണം. ആ സ്ത്രീ പിന്നെ കമ്പ്യൂട്ടറിൽ ചെന്ന് അവസാനത്തെ ടിക്കറ്റ് എനിക്ക് കിട്ടുന്നതാണ്. അത് തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് ഈ അമ്മച്ചിയുടെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹം ആണെന്നുള്ളതാണ്. തീർച്ചയായും വിശുദ്ധരായ ഒരു കുടുംബടി, വിശുദ്ധരായ ഒരു അമ്മച്ചി ഉണ്ടാകുക എന്നുള്ളത് തീർച്ചയായും കുടുംബത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. എനിക്ക് തീർച്ചയായിട്ടും അറിയാം, ജോൺസനത്തിൻ്റെ കുടുംബത്തെയും അവരുടെ അമ്മച്ചിയുടെ അനുഗ്രഹം എപ്പോഴും കുടുംബത്തിലുണ്ടെന്ന് തീർച്ചയായും എനിക്കറിയാം. ഇന്ന് ഈ സംസ്കാരത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന പ്രാർത്ഥനയാണ്. അതോടൊപ്പം തീർച്ചയായും ഈ അമ്മച്ചി ജീവിച്ച ആദർശങ്ങളോട് അതിനുള്ള വിശ്വാസത്തോടും കൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നല്ലൊരു ക്രിസ്ത്യൻ ജീവിതം നയിക്കാനുള്ള അനുഗ്രഹം അമ്മച്ചോട് യാചിക്കുകയും ഈ കുർബാനയിൽ അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതായത് ഒരു വിശുദ്ധിയായ അമ്മ സ്വർഗത്തിലേക്ക് ചെല്ലുന്നത് ഇപ്പോഴും വളരെയേറെ സന്തോഷവും ദൂതന്മാർക്കും ദൈവത്തിനും സ്വർഗരാജ്യം തുറന്നു വെച്ച് സ്വീകരിക്കുന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ ഒന്നിച്ചു കൂടിക്കൊണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഒരു ക്രിസ്തീയ ജീവിത തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നല്ലൊരു ക്രിസ്തീയ ജീവിതമായിട്ടുള്ള അനുഗ്രഹവും ഈ അമ്മയുടെ യാചനയോട് നമുക്ക് കുർബാനയിൽ പങ്കുകൊള്ളാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. ഒരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അടച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരിക്ക് ജീവൻ പ്രദാനം ചെയ്യണമേ. വിശുവായിൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു ദൈവം
എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർമ്മിരുന്ന നാഥാ, ആരാരീ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരൻ നമോ, സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പോ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകണമേ. താതനും പുത്രനും റൂഹായ്ക്കുമാതരാൽ കീർത്തനഗീതികൾ എന്നേരവും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യരു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നിത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. ഇന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരൻ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുകയും. The souls of the righteous are in the hand of God, and no torment shall touch them. They seemed, in the view of the foolish, to be dead, and their passing away was thought an affliction, and their going forth from us utter destruction. But they are in peace. For if to others indeed they seem punished, yet is their hope full of immortality. Chastised a little, they shall be greatly blessed, because God tried them and found them worthy of himself. As gold in the furnace, he proved them, and as sacrificial offerings, he took them to himself. In their time of their judgment they shall shine,
and dart about as sparks through stubble. They shall judge nations and rule over peoples, and the Lord shall be their king forever. Those who trust in him shall understand truth, and the faithful shall abide with him in love. Because grace and mercy are with his holy ones, and in his care is with his elect. The word of God. രണ്ടാം വായന വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസ് എഴുതിയ ലേഖനം 4-ാം അധ്യായം. ദൈവത്തിന്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പാകെയും അവന്റെ ആഗമനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ശംശിയുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിക്ക് വിധേയനാവുകയില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിനെ തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവിടുന്ന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിൽ ഉള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം ശ്രമിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവ ശിക്ഷാവിധിയുടെ ഉയർപ്പിനും പുറത്തു വരും. I have completed well. I have finished the race. I have kept the faith. From now on, the crown of righteousness awaits me, which the Lord, the just judge, will award to me on that day. Dear loving Bishop, dear priest, children of Chanchimachi, the family and friends, we gather this morning to celebrate the life of Chanchimachi, who is now on her way to our Father's home. It's a place of love and forgiveness. It's a place wounds are healed and hearts are mended. It's a place of embraces and kisses and smiles and joy. That is why Jesus called heaven our home. Dear family members, we all join you this morning in your grief. On behalf of the entire Knanai community in Tri-State, with beloved Reverend Father Matthew Manakat and Johnny Kuttichan, and all the parishioners of Philadelphia area,
I extend our heartfelt sympathy and we pray that God keep you close to His heart and comfort and console you in your great loss. During the day, the birds flying about in many different directions. But when evening comes, their wandering ceases. They find a destination. They begin to fly towards something definite. They fly towards home. The journey and labor are over for the day. They can rest now. They are home. As dear friends, we too need a home. But in spite of all the buildings we put up and the roots we put down here on earth, we do not have a lasting home. All we have, as St. Paul says, is a kind of tent. In that depth, the tent is folded up. It is only on earth that we need a home. We also need a home to go to when death brings down the curtain of our lives. Without such a home, life would be a journey to nowhere. As Bishop told at the beginning, the best gift what we can give to Chimachi is to pray for her. It is not the end of her life. I would say it is her third birth. It's the beginning of her new life with the Almighty God. She has gone to His true home. Yes, my dear friends, for me, death means surrendering my soul into the hands of God. Now is the time for us to surrender this Amachi to the hands of God. For the beloved children, Martha Chetan, Joseph Chetan, David Chetan, and Michael Chetan, Sunny, Natalie Prathikana, Mary Good Chechi, and Dodi Chechi, and beloved Father Johnson. Now it is time for you to surrender your beloved Amachi in the hands of God. For the grandchildren, now it is your time to surrender the Amachi in the hands of God. For relatives and friends, now it is your time to surrender your loving, generous, strong, and devoted family women into the hands of God. The truth is that we come to this world with nothing and go by with nothing. What remains are our memories. And I'm sure our memories will live for long in the lives of the beloved children and grandchildren, grandchildren. Let's pray for Amachi and pray to her, who now lives in Christ. In baptism, she died with Christ and is born to a new life. May she rejoices in the life forever. May she find happiness in the kingdom of eternal truth and justice. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, വിശുദ്ധിയായ ഒരു അമ്മച്ചിയുടെ 93 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ച് കർത്താവിന്റെ സമ്മാനത്തിന് യാത്രയാകുന്ന ഒരു അമ്മച്ചിയുടെ യാത്രയയപ്പ് ചടങ്ങിലാണ് നാം എല്ലാം സന്നിഹിതരായിരിക്കുന്നത്. മരണം ജീവിതത്തിനപ്പുറത്തെ കാണാമറയത്തേക്ക് ജീവൻ പിടിവിട്ടു പോകുന്നതിന്റെ നോവാണ് മരണം. നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും
നാം അറിയാതെ കൈവിരലുകൾക്കിടയിലൂടെ മരണം ചോർന്നു പോകുന്നത് ഒരുപക്ഷെ കാണാൻ പോലും നമുക്കാവില്ല. ജീവൻ തന്നവൻ അത് തിരികെ എടുക്കുന്ന നിമിഷം ഈ അമ്മച്ചിയെ കുഴിമാനം വരെ യാത്രയാക്കാൻ എനിക്ക് നിങ്ങൾക്ക് വല്ല സാധിക്കത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് തനിച്ചാണ് യാത്ര. വേർപാട് ആരും ഇഷ്ടപ്പെടുന്നില്ല, എങ്കിലും എല്ലാവരും വേർപെടുന്നു, പതുക്കെ ഇല്ലാതാവുന്നു. ഞാൻ നിങ്ങളുമെല്ലാം ഒരുപോലെ ആരുടെയൊക്കെയോ മനസ്സിൽ ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കുന്ന ഒരു കാലം വരും. അമ്മച്ചിയുടെ ജീവിതത്തെ കുറിച്ച് ഓർത്തപ്പോൾ കവി എഴുതി വെച്ച ഒരു ചിന്തയാണ് എന്റെ മനസ്സിൽ വന്നത്. അമ്പിളിമാവിനെ കിട്ടാൻ കൈനീട്ടി കരഞ്ഞ ഒരു ബാല്യം, സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കാൻ ആഗ്രഹിച്ച ഒരു കൗമാരം, സ്നേഹിച്ചവരെ സ്വന്തമാക്കാനായിട്ട് കൊതിച്ച ഒരു യൗവനം, ഏവരും തുണയായിരുന്ന ഒരു വാർദ്ധക്യം, ഒടുവില് നന്നായി ഒരുങ്ങി ആരോടും പറയാത്ത ഒരു മരണം, ഒരിക്കലും മാറാത്ത ഒരു തിരക്കഥ. അതായിരുന്നു അമ്മച്ചിയുടെ ജീവിതം. ഇന്നലെ വൈകുന്നേരം വൈകുന്ന സമയത്ത് ഗ്രാൻഡ് ചിൽഡ്രനൊക്കെ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അമ്മച്ചിയെ മക്കളും കൊച്ചുമക്കളുമെല്ലാം എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങളെല്ലാം. അനുഗ്രഹത്തിന്റെ പുഷ്പങ്ങളാണ് വിടിയിരിക്കുന്ന മക്കളും കൊച്ചുമക്കളും എല്ലാം. ഞാൻ ഇന്നലെ മിനി അമ്മച്ചിയെ കുറിച്ചൊരു വലിയ നരേഷൻ തന്നെയാണ് നടത്തിയത്. പ്രോവർബ്സിന്റെ പുസ്തകം സുഭാഷിതങ്ങളില് 31-ാം അധ്യായം 10 മുതൽ 31 വരെ വചനങ്ങളിൽ ഒരു അമ്മയെ കുറിച്ച് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ വചനം ചാച്ചിയമ്മച്ചിയെ കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന്. ആറ്റുനോറ്റ് ഇരുന്ന് എന്റെ വയറ്റിൽ പിറന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത്? നിങ്ങളുടെ പൗരുഷവും കഴിവുകളും ഒന്നും നിങ്ങൾ ദുർഘടിക്കരുത്. നിങ്ങളുടെ അമ്മച്ചി വളരെ സ്നേഹത്തോടെ പറയുകയാണ്. അമ്മച്ചിയെ വിളിച്ചാൽ എപ്പോഴും പുഞ്ചിരി മാത്രമേ മുഖത്തുള്ളൂ. മക്കളെ കുറിച്ച്, കൊച്ചുമക്കളെ കുറിച്ചെല്ലാം അന്വേഷിക്കുന്ന ഒരു അമ്മച്ചി. ആ അമ്മച്ചിയാണ് സുഭാഷിതങ്ങളുടെ ഗ്രന്ഥകർത്താവ് നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത്. ആ അതുപോലുള്ള വിശുദ്ധിയായ നല്ലൊരു അമ്മച്ചിയുടെ പ്രസംസ്കാര ശുശ്രൂഷയാണ് നാം സംബന്ധിക്കുന്നത്. നമ്മളൊക്കെ ഒരുപക്ഷെ ചെറുപ്പത്തില് കണ്ണു തുറന്ന് നിൽക്കുമ്പോഴേ നമുക്ക് കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ച, കട്ടിലിന്റെ ഇവിടെ മുട്ടുകുത്തി നിന്ന് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥന കഴിഞ്ഞ് ദേവാലയത്തിലേക്ക് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പൂർവികരെയാണ്. ഈ അമ്മച്ചിയും എല്ലാ ദിവസവും നിന്തൂര് മിഖായിൽ മാലാഖയുടെ ആ പള്ളിയിൽ പോയി എന്തുമാത്രം പ്രാർത്ഥിച്ചിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ അതിനെയൊക്കെ കൃപ കൊണ്ടാവാം ഇന്ന് വിശുദ്ധിയോടെ സന്തോഷത്തോടെ നിങ്ങളെല്ലാം ജീവിക്കുന്നത്. 14-ാമത്തെ വയസ്സിൽ ഇടപ്പള്ളിച്ച ഫാമിലിയിൽ നിന്നും ചെമാശ്ശേരി ഫാമിലിയിലേക്ക് പോയി. ഏതാണ്ട് 29 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കൂടെ സഹചാരിയായിരുന്ന പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞും കരുത്തോടെ ദൈവം താതന്യമായി കൊടുത്ത 8 മക്കളെയും നന്നായി വളർത്തി, വിശുദ്ധീക വിജ്ഞാനത്തിൽ വളർത്തി നല്ല നിലയിൽ എത്തിച്ചു. മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം പേരക്കിടാക്കളെയും എല്ലാം സ്നേഹിച്ച് ഇന്ന് അമ്മച്ചി സന്തോഷത്തോടെ യാത്രയാവുന്നു. പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങൾ ദുഃഖിക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ഇത്ര വിശുദ്ധമായ ജീവിതം നയിച്ച നല്ലൊരു അമ്മച്ചിയെ യാത്രയാക്കുന്നു. അതുകൊണ്ടായിരിക്കും അമ്മച്ചിയുടെ ഒരു പ്രിയപ്പെട്ട മകൻ ജോൺസൺ അച്ഛൻ വൈദിക വൃത്തിയിൽ കർത്താവിന്റെ അഭിഷിക്തനായി നിൽക്കുന്നത്. ഞാൻ അച്ഛനായോണ്ട് എനിക്കറിയാം, നിങ്ങളെക്കാൾ എല്ലാം ഏറ്റവും കൂടുതൽ ഈ അമ്മച്ചിയെ സ്നേഹിച്ചിരുന്ന ജോൺസൺ അച്ഛനാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. നിങ്ങളെക്കാൾ കൂടുതലായി അമ്മച്ചിയും സ്നേഹിച്ചിരുന്നത് ജോൺസൺ അച്ഛനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മച്ചിയുടെ, അമ്മമാരുടെ, പാരന്റ്സിന്റെ ദുഃഖം, മരണം, വേർപാട് ഏറ്റവും കൂടുതൽ ആഘാതം കൊടുക്കുന്നത് വൈദികർക്കാണ്, സമർപ്പിതർക്കാണ്. അമ്മയില്ലാത്തൊരു വീട്ടിലേക്ക് പോകുന്നത്, പ്രിയപ്പെട്ടവരെ, അത് ആർക്കാണ് ദുഃഖമില്ലാത്തത്? അമ്മ
ഒരിക്കലും വാക്കുകൊണ്ട് പറയാനാവാത്ത എന്തോ ഒരു വികാരത്തിന്റെ പേരാണ് അമ്മ. അമ്മയില്ലാത്ത വീട്ടിലേക്ക് നിങ്ങളെല്ലാം പോകണം. പക്ഷേ അവിടെയൊക്കെ ജീവിതങ്ങളിലൂടെ അമ്മയുടെ സാമീപ്യവും സാന്നിധ്യവും സ്നേഹവും കരുതലും തലോടലും എല്ലാം കൊടുക്കാൻ സാധിക്കട്ടെ. വിശ്വസ്തയായിരുന്നു നീ, വിളക്കുമെടുത്ത് ഒരുങ്ങിയിരുന്നു, ശരിയവരിൽ എന്നെ കണ്ടു. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്റെ തുക ഇതാണ്. ഈ 3 ചോദ്യങ്ങളാണ് എല്ലാവരോടും ചോദിക്കുന്നത്. നീ വിശ്വസ്തനായിരുന്നു അല്ലെ വിശ്വസ്തയായിരുന്നു? നീ വിളക്കുമെടുത്ത് ഒരുങ്ങിയിരുന്നു? നീ എന്റെ എളിയ സഹോദരന്മാർക്ക് നന്മ ചെയ്തോ? ഇതെല്ലാം ചെയ്ത, വിശ്വസ്തയായിരുന്ന, വിളക്കുമെടുത്ത് ഒരുങ്ങിയിരുന്ന, ആവശ്യമുള്ളവർക്കെല്ലാം സഹായം കൊടുത്തിരുന്ന നല്ലൊരു അമ്മച്ചിയെ നമുക്ക് സന്തോഷത്തോടെ യാത്രയാക്കാം. എന്നോട് ജോൺസൺ അച്ഛൻ ഇന്നലെ പറഞ്ഞു, അച്ഛന് കുർബാനയ്ക്കിടയ്ക്ക് ഹോമിലി പറയണമെന്ന്. എന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ആഗ്രഹിച്ചില്ലാത്ത ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. ഒരു പക്ഷെ കൂടുതൽ മക്കളും ന്യൂയോർക്കിൽ എൻ്റെ അടുത്ത് ആയിരുന്നുകൊണ്ടാവാം അച്ഛനോട് പറഞ്ഞത്. ഞാൻ ഉടനെ മണക്കാട്ടത്തിനെ വിളിച്ച് ചോദിച്ചു, കാരണം എനിക്ക് അമ്മച്ചിയെ കുറിച്ച് പോലും അറിയത്തില്ല. മണക്കാട്ടത്തിനോട് പറഞ്ഞു, നല്ലൊരു അമ്മച്ചി സണ്ണിച്ചേട്ടനും ബെറ്റി ചേച്ചിയും ഷാലുവും സോണിയയും അനുവും സിനുവും നന്നായിട്ട് ഈ അമ്മച്ചിയെ നോക്കി. എന്നോട് പറഞ്ഞു, സിനുവാണ് കൂടുതൽ അമ്മച്ചിയുടെ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധാലുവായിട്ട്. ആരുമില്ല, സിനു വഴിയുണ്ട്. അത്രമാത്രം അമ്മച്ചിയെ കരുതലോടെ അവർ സ്നേഹിച്ചതാണ് വാർദ്ധക്യത്തിലെല്ലാം. അത് തീർച്ചയായിട്ടും വലിയ ഭാഗ്യമാണ്. അമ്മയുടെ കണ്ണുനീര്, അമ്മമാരുടെ കണ്ണുനീര് കുടുംബത്തിൽ വീഴ്ത്താതെ അവരെ ശുശ്രൂഷിക്കാൻ സാധിക്കുന്നത് എത്രയോ വലിയൊരു കൃപയാണ്. അത് സണ്ണിച്ചേട്ടനും ബെറ്റിച്ചേച്ചിയും ചെയ്തു. ഞങ്ങളെല്ലാം ആ കാര്യത്തെ അഭിമാനിക്കുന്നു. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും നിത്യസമ്മാനം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അമ്മച്ചിയെ സന്തോഷത്തോടെ യാത്രയാക്കാം. വീണ്ടും കവി പാടിയതുപോലെ ചിറകടങ്ങുന്ന സ്വപ്നങ്ങൾക്ക്, വിട പറഞ്ഞ പൂക്കൾക്ക്, യാത്ര പറയാതെ പോയ രാപ്പകലുകൾക്ക് നന്ദി. ഇനി യാത്ര തനിച്ചാണ്. കാലമേ, നിന്നെ ഞാൻ തീർത്ത വേദനകൾക്ക് നീ എനിക്ക് മറുപടി നൽകുക. മലങ്കര സഭയിൽ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും കുർബാന തുടങ്ങുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവര്, കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദിക്കും നാൾ നിൽക്കണം അവർ വലഭാഗത്തിൽ. കർത്താവേ, മരിച്ചുപോയ എല്ലാ സഹോദരങ്ങളെയും എന്നും നിന്റെ വലതുഭാഗത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മലങ്കര കത്തോലിക്ക സഭയില് ഒരു കുർബാന തുടങ്ങുന്നത്. നമുക്കും ഈ കുർബാനയിലും തുടർന്നും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതകാലത്ത് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നാഥൻ നീ പൊറുക്കണമേ. അന്ത്യവിധി നാളിൽ മാനവേദ്യങ്ങൾ നീ എഴുന്നേൽ വരുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട അമ്മച്ചിയെ നിന്റെ വലതുഭാഗം നിർത്തണമേ എന്ന് ഹൃദയം പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ സ്വർഗം പണിത തിരുക്കുടുംബം തീർത്ത നല്ലൊരു അമ്മച്ചിയെ നമ്മൾ യാത്രയാക്കുന്നു. സ്വർഗത്തിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ഈ വിശുദ്ധിയായ അമ്മച്ചി പ്രാർത്ഥിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും അനുശോചനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. മരണം വഴി ഞങ്ങൾ നിന്ന് വേർതിരിക്കുകയും ചെയ്ത ഞങ്ങളുടെ അമ്മച്ചിയെ ഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസങ്ങളെ അനുഗ്രഹിക്കണമെന്ന് സിംഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിപ്പിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ സിംഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് മിശിഹായുടെ ശരീരരക്തങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ
ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ മനുഷ്യരുടെ കടങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവെ ആശ്വദിക്കണമേ. സഹോദരനെ നിങ്ങൾക്ക് അയ്യപ്പിനെ തലവലിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സർവത്രിയും ശ്രായവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പേ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ധ്യാപകവും യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും അങ്ങയോട് ഞങ്ങളുമായി രൂപപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ യാഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ദൈവാരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ ഇടയാഴ്ത്താൻ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധരഹസ്യങ്ങളിൽ പങ്കൊള്ളട്ടെ. അങ്ങയുടെ പ്രീതിക്ക് പാത്രീഭൂതനായവൻ ഭാഗ്യവാൻ. നീതി വിധിക്കായി നീ ആഗതനാകുമ്പോൾ നന്മകളൊപ്പം തിന്മകളും നോക്കി വിധിക്കും വേളയിൽ നിഴകാത്രങ്ങൾ കൈക്കൊള്ളും ഞങ്ങൾ നിൻ കൃപ കാണട്ടെ. നാഥാ നീ നിത്യം വിധിയാൻ. താതരുമതുപോൽ ആത്മജനം ദിവ്യ റൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോർത്തിടാം. പാവനം ഈ ബലിയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ. ആമേൻ ആമേൻ. മർത്തോമായെയും നിരസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മുതൽ
മഹിതോദ്ധാരത്തിൽ ശരണം തേടുന്നു ഉത്തിത സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കപ്പെടാനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തടയപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനോട് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാത്വികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികളാൽ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാർത്തിയാക്കിമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകളുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഈശോയുടെ സ്നേഹത്തിലും വിശ്വാസങ്ങളുമായ എല്ലാ ഭരണാർത്ഥാക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരർക്ക് വാനം ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ വിശുദ്ധ പ്രവേശിക്കുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതരാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പറ്റി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീരത്തിലാവുന്ന ദൈവരസമുള്ള ശുശ്രൂഷാകുവാൻ എളിവരും വായുകളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കാണുന്ന അതിരകത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരൻ ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിഹീനമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കും. സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തോടും ഞങ്ങളോട് തോന്നണമേ.
ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരണം ഞങ്ങളെ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വസിക്കായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായകൻ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്ത് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപം അതിനോട് രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടും അപ്പം ഞാൻ. സ്നേഹമുടനെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുവവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തോടെ അപരാധങ്ങൾ തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലം സഹോദരനെ തെറ്റ് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാരത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. നിന്റെ താളക്കലാങ്ങളിലൂടെ നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയും വിദ്വേഷത്തിൽ നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടും കൂടെ അങ്ങയുടെ സന്നിധിയെ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവതരും നിഷ്ഠർക്കുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുപോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവേ, എന്നൊരു കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവിടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കും. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്നവർക്കായി സംസാര കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരന്റെ സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്റെ സർവവും എല്ലാറ്റിലും ജീവൻ തീർക്കാൻ
തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ നീ എൻ്റെ സർവ്വവും നീ എനിക്കുള്ളവൻ നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും ജീവനൻ പേർക്കാം തന്നതിനാ നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ നീ എൻ്റെ സർവ്വവും നീ എനിക്കുള്ളവൻ നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും ജീവനും കേൾക്കാം നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും ഞങ്ങളുടെ കർത്താവേ, വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ വൃത്തിക്ക് കാരണമാകട്ടെ. ദൈവങ്ങളുടെ രാജ്യമായ മിശിഹായേ, അങ്ങ് ദാസന്റെയും സൃഷ്ടാവിന്റെയും സദൃശ്യമാകുന്നു. അങ്ങിൽ വിശ്വസിച്ച സകലരുടെയും കടങ്ങളും അങ്ങയുടെ ശരീരങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. അങ്ങ് മഹത്വപൂർണ്ണമായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ അങ്ങ് എതിരേൽക്കുവാനും സ്വർഗ്ഗങ്ങളോടെ അങ്ങ് സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവൃത ശുദ്ധിയും പരിശുദ്ധവും ജീവിതായും ദൈവീയമായ രഹസ്യങ്ങളെ സമീപിച്ചവയെ പങ്കാളായ യോഗ്യരാക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്യരായ ഞങ്ങളെ ജീവിതായകവും ദൈവികമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപൂർണ്ണം അങ്ങ് യോഗ്യരാക്കി. ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായും സിഹായും അമർത്യതയുടെ ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ ബലികൾ കാഴ്ചകൾ അനവരതം കനിവോടു കൈക്കൊണ്ടരുളണമേ. യോഗമടച്ചൊരു ബലിയിൽ നീ കൃപയാതതുപോലെ ബലിയും കൃപയോട് തൃക്കൺ പാർക്കണമേ. ദിവ്യ ശ്രീക
കണ്ണുനീരടച്ചിടും ബലിയതു തൃക്കൺ പാർക്കണമേ മൃതരുടെ പാപം വായിക്കണമേ കരുണാനിധിയാം കർത്താവേ ചേർക്കണമേ നിന്ദാസിയെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ ദിവ്യഗണത്തോടൊത്തനിശം മഹിമേഴുന്നൊരു ത്രിത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയോടിവളിൽ കനിയണമേ ഇന്നീ ബലിനിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമകർക്കും കരുണയോടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും വിശദീകരണത്തിന് വെല്ലുവിളിമേ സ്വസ്തി ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞങ്ങളെ നാലുപേരെ വിളിച്ചത് ആദ്യം തന്നെയല്ല. ഇന്നലെ വൈകിട്ട് പോലെ ഞങ്ങൾ അമ്മച്ചെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെ പറയണം. ഇതുവരെ ചിന്തിച്ചിട്ട് തീരുന്നില്ല പറയാനായിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. തുടങ്ങുകയാണെങ്കിൽ വീണ്ടും വീടിനെ പറ്റി. എന്നും രാവിലെ 5:30 ആകുമ്പോൾ പള്ളിയിൽ നടന്നു പോകും. ദൂരം മുഴുവൻ നടന്നാ പോകുന്നത്. ഒരു ദിവസം പോലും പള്ളിയിൽ പോകും ഒരു നോയമ്പോ ഒന്നും മുടക്കിയിട്ടില്ല അമ്മച്ചി. അമ്മച്ചിയിൽ നിന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാനും ഒക്കെ പഠിപ്പിച്ചത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരസുഖം വന്നാൽ ഞങ്ങളുടെ മമ്മിയെക്കാളും പിന്നെ ഞങ്ങളുടെ അമ്മച്ചിയെ ഞങ്ങളെ നോക്കിയിരുന്നത്. ഞങ്ങളെല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും. മക്കൾക്ക് വേണ്ടി 8 കൊന്ത ചെല്ലുമ്പോൾ 8 മക്കൾക്ക് വേണ്ടി ഓരോ കൊന്ത ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഓരോ കൊന്ത ചെല്ലുമായിരുന്നു. ഞങ്ങളൊക്കെ എപ്പോഴും ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ചായ ഉണ്ടാക്കി തരേം എന്ത് പറ്റിയെന്ന് ചോദിക്കാനും അമ്മച്ചി മാത്രമായിരുന്നു എപ്പോഴും. ആദ്യം ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് കിടക്കുമ്പോൾ എന്നും 12 മണിയാവും ഉച്ചയ്ക്ക് എഴുന്നേൽപ്പിക്കും. എന്നെ ഒന്ന് കഴിക്കാതെന്ന് ചോദിച്ചു. അമ്മച്ചി എപ്പോഴും അങ്ങനെ ആയിരുന്നു. എപ്പോഴും ഞാൻ പറയാം അമ്മച്ചി ഞാൻ ഉറങ്ങുക എന്നാലും എഴുന്നേൽപ്പിക്കും. എന്തെങ്കിലും കഴിച്ചിട്ട് കടക്കണ്ട മോളെ എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും എഴുന്നേൽപ്പിക്കുമായിരുന്നു. ഇവിടെ അമേരിക്ക വന്നിട്ടാണെങ്കിലും അമ്മച്ചി എന്നും പള്ളിയിൽ പോകും. ചട്ടയും കൊണ്ട് മാത്രമേ ഉള്ളൂ. എത്ര തണുപ്പായാലും 5-8 അടി സ്നോ പെയ്താലും അമ്മച്ചി എന്നും പള്ളി ആ ചട്ടയും കൊണ്ട് മാത്രം എടുത്ത് ഒരു ചെറിയ ജാക്കറ്റ് എനിക്ക് എപ്പോഴും ചൂടായിരുന്നു. ചട്ടയും കൊണ്ട് മാത്രം എടുത്ത് എപ്പോഴും പള്ളിയിൽ പോകുന്ന കാണാം. അത് എത്ര തണുപ്പായാലും നമ്മളൊക്കെ ഇവിടെ ഒരു അവധി കിട്ടാതെ നോക്കിയിരിക്കുക വീട്ടിൽ ഇരിക്കുക. സ്നോയൊക്കെ വരുമ്പം നമുക്ക് അവധി കിട്ടണേന്നാ നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ അമ്മച്ചി അങ്ങനെയല്ല. എന്നും രാവിലെ നടന്ന് ഇംഗ്ലീഷ് കുർബാനയ്ക്ക് അത് ഇംഗ്ലീഷ് ആണെങ്കിലും അമ്മച്ചി ആ പ്രാർത്ഥന മുഴുവൻ മലയാളത്തിലാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. എല്ലാ പ്രാർത്ഥനയും മലയാളത്തിൽ അച്ഛൻ്റെ കൂടെ തന്നെ എല്ലാം ചെല്ലുമായിരുന്നു. അച്ഛനും ഞങ്ങളുടെ ഇംഗ്ലീഷ് പള്ളിയിലെ അച്ഛനും ഒക്കെ അമ്മച്ചി വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഞങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അമ്മച്ചി എപ്പോഴും പറയിടായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് സെൽഫോൺ മേടിച്ചു തന്നത് അമ്മച്ചി പറഞ്ഞിട്ടാണ്. കാരണം ആദ്യമേ ഞാൻ കോളേജിൽ പോയപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര പേടിയാണ് ബസ്സും ട്രെയിനും ഒക്കെ എടുത്ത് പോകുന്ന കണ്ടിട്ട്. അപ്പോൾ അന്ന് സെൽഫോണൊക്കെ നമുക്ക് 60 മിനിറ്റൊക്കെ അങ്ങനെയൊക്കെ മിനിറ്റൊക്കെ വെച്ചായിരുന്നല്ലോ.
അപ്പോൾ എനിക്ക് പപ്പ എടുത്തു തന്ന ഒരു 60 മിനിറ്റിൻ്റെ പ്ലാനിൽ ദിവസം 1 മിനിറ്റ് വെച്ച് വീട്ടിലോട്ട് വിളിക്കാനായിട്ടുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. അമ്മച്ചി ഇത് ശാലുവാ, ഞാനിവിടെ എത്തി, ഇത്രയും മാത്രം കേട്ടാൽ മതി അമ്മച്ചിക്ക്. ഞങ്ങളൊക്കെ സേഫായിരിക്കണം എന്നറിയാം. ചെറുതായിരുന്നപ്പോൾ ഞങ്ങളുടെ മുറിയിൽ കട്ടിലിൻ്റെ മേളിൽ കയറി നിന്ന് പൊക്കിയില്ലാത്തവന്ന് നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങളൊക്കെ വരുന്നുണ്ടോ, ഞങ്ങൾ റോഡിലൂടെ വരുന്നുണ്ടോ, കൃത്യസമയമാകുമ്പോൾ അറിയാം. വന്നിട്ട് ന്യൂയോർക്കിലായിരുന്നപ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ബെല്ലടിക്കുമ്പോൾ ചോദിക്കും ആരായതെന്ന്. ഞങ്ങൾ പറയും ഞങ്ങൾ ആരുടെയും പേര് പറയുമ്പോഴും ഞങ്ങളെ കയറ്റും. ഞങ്ങൾക്കുള്ള എല്ലാം എടുത്തു വെച്ച് തരും. ഞങ്ങൾ മമ്മിയെ കണ്ടതിലും കൂടുതൽ ഞങ്ങൾ അമ്മച്ചീനെ കണ്ടിട്ടുള്ളത്. അമ്മച്ചി ഇപ്പോൾ ഷീസ് ഇൻ എ ബെറ്റർ പ്ലേസ്. അപ്പച്ചൻ്റെ കൂടെ ഇപ്പം എനിക്ക് ഞാൻ ഇത്ര പറയുന്നുള്ളൂ. എനിക്ക് സോണി അമ്മച്ചിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നില്ല. അമ്മച്ചിയുടെ പ്രിയപ്പെട്ട കൊച്ചുമോളാന്ന് പറഞ്ഞ എല്ലാവരും പറയാനും മറ്റുള്ള കൊച്ചുമക്കളൊക്കെ പറയും അമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടായിരുന്നു. നാട്ടിൽ വെച്ചാൽ അമ്മച്ചി വൈകുന്നേരം പ്രാർത്ഥനയ്ക്കൊക്കെ പോകും എന്നെ കൊണ്ടുവന്ന് ഞാൻ പറയുന്നു കൊച്ചിലെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചിനോട് എപ്പോഴും കൊണ്ടായിരിക്കണമെന്ന്. ഞാൻ അപ്പച്ചനെ കണ്ടിട്ട് പോലുമില്ല. അമ്മച്ചി ഇടയ്ക്കൊക്കെ ഇവിടെ അമ്മേരിക്ക വന്നതിന് ശേഷം അമ്മച്ചി കാര്യങ്ങളൊക്കെ പൈസ കൊണ്ട് കൊടുക്കുമ്പോ എനിക്കെടുത്ത ഒരു കാര്യം കാണാതെ നീ പിടിച്ചു, നിനക്ക് എന്തെല്ലാം ആവശ്യം വരും, അല്ല വണ്ടിക്ക് ഗ്യാസ് എടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും എല്ലാം തരുന്നത്. എനിക്കൊന്നും പറയാനില്ല. അമ്മച്ചിയെ കുറിച്ച് എന്നാ പറയാനുണ്ട്? ഒരുപാട് പറയാനുണ്ട് അമ്മച്ചിയെ കുറിച്ച്. അമ്മച്ചിയെ പോലെ തന്നെ ഞാനിരിക്കുന്നത്. അമ്മച്ചിയുടെ മുഖം, അമ്മച്ചിയുടെ മുടി, ചുരുണ്ട മുടി എല്ലാം അമ്മച്ചിയെ പോലെ. അമ്മച്ചിയുടെ അക്ഷരി ഫോർഹെഡ് എല്ലാം അമ്മച്ചിയുടെ കളറും എല്ലാം അമ്മച്ചിയെ പോലെ തന്നെയാണ്. She was a great grandmother. Ammachi, one good memory of Ammachi was ഞാനെപ്പോഴും അമ്മച്ചിയായിട്ട് വഴക്കുണ്ടാകും. എല്ലാവരും പറയും ഞങ്ങളൊന്നും ഒരുപോലെ ഇരിക്കും, ഞങ്ങൾ ബ്രിട്ടനെ മാച്ച് ചെയ്യും. ഞങ്ങളെപ്പോഴും വഴക്കായിരുന്നു. ആരെ വഴക്കുണ്ടാക്കുള്ളൂ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. ഞങ്ങൾ പാർട്ടിന്ന് പറഞ്ഞു തരുകയും ഞാൻ ശരി മലയാളം പഠിച്ചതിൻ്റെ അമ്മച്ചി കാരണമാണ്. ഞങ്ങൾ ഷാഡു പറഞ്ഞത് സ്കൂളിൽ പോകുമ്പോൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്തിങ്ങനെ നോക്കും പിള്ളേർ വന്നോളൂ വന്നില്ല. ഒരു മിനിറ്റ് താമസിച്ച് അമ്മച്ചി പറയും, പപ്പാനെ വിളിച്ച് പറയും ഞങ്ങൾ താമസിച്ചു ഇത് വന്നു കാണാൻ പോകും, നിങ്ങൾ എന്തുകൊണ്ടാണ് താമസിച്ചതെന്ന് അമ്മച്ചി ചോദിക്കും. അമ്മച്ചിയുടെ അമ്മയുടെ പേരാണ് അന്നമ്മ. അവസാന കാലമാണെങ്കിലും അമ്മച്ചിക്ക് അന്നമ്മേനെ മാത്രമേ ഉള്ളൂ പറയാറുണ്ടായിരുന്നു. ആരുടെ പേര് ഓർമ്മയില്ല, പക്ഷെ അന്നമ്മയുടെ പേര് ഓർമ്മയുണ്ട്. സിനിമ വരാം, സിനിമ പാത്രം കൊണ്ട് ഇരിക്കുമ്പോഴും അമ്മച്ചി പറയാൻ അന്നമ്മേ വിളിക്കും. അങ്ങനെ അമ്മച്ചി ഞങ്ങൾ എപ്പോഴും വഴക്കുന്ന അമ്മച്ചി ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി ഞാൻ ഓടിക്കും. ഞാൻ വഴക്കുണ്ടാക്കുമ്പോൾ അമ്മച്ചിയോട് ഞാൻ പപ്പായോട് പറഞ്ഞു കൊടുക്കും, പപ്പ വഴക്ക് എന്നൊക്കെ പറയും. അമ്മച്ചി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്, എവിടെ പോയാലും. അമ്മച്ചി ഒരുപാട് മിസ് ചെയ്യും. എൻ്റെ റൂംമേറ്റ് അതുകൊണ്ട് എൻ്റെ നെയ്ബറായ അമ്മച്ചി. എന്നും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ രാവിലെ എന്നും അമ്മച്ചിയുടെ റൂമിൽ നോക്കും, അമ്മച്ചി ഓക്കെ ആണോ. എന്നിട്ട് ആ ഷെയ്ഡ് എപ്പോഴും പൊങ്ങിയിരിക്കുന്നത് രാത്രി. രാവിലെ ആകുമ്പോൾ വെയിലടിക്കും. എപ്പോഴും ഞാൻ പോകും ജോലിക്ക് പോകുമ്പോൾ ആ ഷെയ്ഡ് കാത്തുണ്ട്, വെയിൽ മുഖത്തടിക്കുന്നുണ്ട്. അമ്മച്ചി എവിടെ പോയാലും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ പറയും അമ്മച്ചി ഞങ്ങൾ വിളക്കാണ്. അമ്മച്ചി ഏത് മക്കളുടെ അടുത്ത് പോയാലും ഞങ്ങൾ പറയും അമ്മച്ചി പോയിക്കാൻ ഞങ്ങളുടെ വിളക്ക് കെട്ടുപോയെന്ന്. അമ്മച്ചി എവിടെ പോയാലും ഞങ്ങൾ ദേഷ്യപ്പെടും. ഞങ്ങൾ എന്നപ്പോൾ വേറെ എവിടെയൊന്നും പോയി നിൽക്കാൻ പറയും. ഞാൻ ഇപ്പം തന്നെ പോടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അമ്മച്ചി പോകുന്നില്ലേ
My name is Sinu. I promised I wouldn't cry today because the last years of her life, she remembered 2 things, even though she has severe dementia. I would go to her and pretend I was crying. And I'm just even when she had severe dementia, she still remembered her mother's love. ഒരു കൊച്ചിനെ അടുത്ത് കൊണ്ടുപോകുമ്പം ഞാൻ സോണിയുടെ കൊച്ചിനെ 3 മാസമേ ഉള്ളൂ. Last week I brought him to her and she talked so clearly you would think her memory was intact. She said, "Enna mane ni kaicho ni enna enadukwa ni kaicho nalla maanano." Her memory was, I was so surprised, her memory. She remembers her mother's love. Whenever she was in distress, or whenever she was happy, or any emotion, she would say, she still said that to her until her last days. She still said that. Even though she couldn't remember any of us, she still said those words. She's improvement. Like in the married Jesus not her fondest memory was she in a school before going to school she would dress me and feed me. After joint pain aanengilum enne kattle ethena socks idipikkannu. And she would do my hair for me in braids and pigtails. And then as she got older and her memory started fading, I saw it was a chance to give back. So I fed her, I cleaned her, I even did her hair in pigtails. I dressed her up, sometimes funny clothes. And every time before, since I can remember, I always shared a bed with her until her memory started fading. That's when I had my own bed. Since then, I always shared a bed with her. Before going to sleep, and after I had my own bed, I couldn't sleep. I don't know why, but I couldn't sleep. I had bad dreams. And I later realized it's because she wasn't there with me. So when I would put her to bed in her last years, ഞാൻ ഉമ്മ കൊടുത്തിട്ട് നെറ്റിയെ കുറിച്ച് വെച്ചിട്ട് കിടക്കാം അമ്മച്ചിന് കടത്തുള്ളൂ. ഞാൻ പറയും നമുക്ക് കിടക്കണ്ടേ ചിരിച്ചോണ്ട് പറയും കിടക്കാം. അല്ലെങ്കിൽ if she was really sarcastic, she's like, ഇല്ല ഞാൻ കിടക്കുന്നില്ല. എന്നിട്ട് ഒരു ഉമ്മയെ കൊടുത്തിട്ട് ലൈറ്റ് ഓഫ് ആക്കി നമുക്ക് നാളെ കാണണ്ടേ കാണാം. അതുപോലെ തന്നെ അമ്മച്ചി അവസാനം പുറത്തെടുത്തപ്പോൾ അമ്മച്ചിക്ക് നെറ്റിൽ കുറിച്ച് വെച്ചിട്ടായിരുന്നു അമ്മച്ചിനെ കണ്ടത് ഞാൻ. So I know because I felt safe when she did that. So I hope she felt safe and with strong peace when I did that for her. Thank you. I stand here. With a deep sense of gratitude to God. First of all, I want to thank God for the gift of Rambaji. I also want to thank Bishop James Thompson. When I informed him that my mother passed away, he offered to come over and to be with me here. Thank you so much. I also want to thank Father John Kuti for accompanying our family, especially during these days. You have been with them. You accompanied us in these days of sorrow, and you gave us this facility, and you facilitated the whole program for us. Thank you so much.
I also want to thank Father Rennie for his support and his presence yesterday and today, and for those beautiful words that he spoke. I also want to acknowledge Father Joseph Moran, the pastor of the Resurrection Church. My mother used to walk up there every day, and when she could not any longer walk, he would come and visit her and give her communion and anointing of the sick. I also want to thank Father Matthew Anakat, the pastor of the Knanai community. He has been constantly in touch with me and Father Johnny Kuti to make sure that everything went well. I also want to thank Father John Manepuram as well as Father Jose Tarakan, who were there yesterday with us, and for their prayers. In a very special way, I want to thank the Catholic community of Philadelphia, both the Syro Malabar community and the Knanai community. You stood by us these days. You prayed with us and you prayed for us. Thank you very much. In a very special way, I want to mention two names of the community. That is Mariam Auntie and Bonnie. They were regular visitors to Amachi, and we do appreciate your visit and your support to Amachi. I also want to thank all the doctors and nurses who cared for Amachi when she was in the hospital. A word of thanks to all our cousins and relatives who came from all over US and Canada. Your presence means a lot to us. Thank you so much. I want to mention our cousin Saji in a very special way. He has been with us, he stood by us, and he was the main one in transporting all the people from the airport to our house here. Now Saji has become an expert in going to the airport. And now I want to thank Sunny Chatterjee and his family. All that I want to say is that you looked after her like a queen. All of us said how dearly and patiently you cared for her. In the name of all of us, I thank you. And finally, I want to thank Amachi. What we are today is because of her prayers. Please continue to pray for us from heaven. Thank you, and God bless you all. അമ്മച്ചിക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രോഗീലേപനം കൊടുത്ത അവസരം ഞാൻ ഓർക്കുന്നു. സണ്ണിച്ചൻ രോഗീലേപനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സിബിച്ചനും ഞാനും കൂടി രോഗീലേപനം കൊടുക്കാൻ പോയ അവസരവും അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവസരവും ഓർമ്മിക്കുകയാണ്. അന്ന് കണ്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു മുഖഭാവമാണ് ഇന്ന് അമ്മയ്ക്ക് ഉള്ളത്. അമ്മച്ചിയെക്കുറിച്ച് കൊച്ചുമക്കൾ എല്ലാം അനുസ്മരിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ അമ്മ ഒരു സംഭവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ കൊച്ചുമകനും കൊച്ചുമകൾക്കും പറയാനുള്ളത് അവരെയാണ് ഏറ്റവും കൂടുതൽ ഈ അമ്മ സ്നേഹിച്ചതെന്നാണ്. ആർക്കും വ്യത്യസ്തമായ അഭിപ്രായമില്ല. ഓരോരുത്തർക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അമ്മയുടെ ഉള്ളിൽ എന്തുമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കി തരുന്നത്. ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ആവശ്യ നേരത്ത് കൊടുക്കുക. മാത്രമല്ല ഒരുപാട് ഓർമ്മകൾ ഈ മക്കളുടെയും കൊച്ചുമക്കളുടെയും മനസ്സുകളിൽ കൂടെ കടന്നുപോയത്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അമ്മ പ്രാർത്ഥനയുടെ ഒരു അമ്മയായിരുന്നു. അമ്മ അവരെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചു. എല്ലാ ദിവസവും നെറ്റിയിൽ കുരിശ് വരപ്പിച്ചു. ഇതൊക്കെയാണ് ഈ അമ്മയെക്കുറിച്ച് കൊച്ചുമക്കൾക്കും ഒക്കെ ഓർമ്മിക്കുവാനായിട്ടുള്ളത്. മാത്രമല്ല അമ്മ പഠിപ്പിച്ച ലോകത്ത് വേറെങ്ങും അവർ കേട്ടിട്ടില്ലാത്തതും അമ്മ തന്നെ കമ്പോസ് ചെയ്തതാണ്. ഒരു പാട്ട് അവരിവിടെ പാടുകയും ചെയ്തു.
ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ അമ്മയുടെ ഗ്രേറ്റ്നെസ് ആണ്. അതുപോലെ തന്നെ ഇന്നലെ വീഡിയോ ക്ലിപ്പിങ്സ് ഫോട്ടോസൊക്കെ ഇവിടെ കാണിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വലിയ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ പോലും ഈ അമ്മയുടെ ദൃഢമായ വിശ്വാസമാണ് അമ്മയെ പിടിച്ചു നിർത്തിയിരുന്നത്. ചിലർ പറഞ്ഞു അമ്മ നല്ല ധൈര്യമുള്ള അമ്മയാണ്, അല്ലെങ്കിൽ അമ്മയുടെ പെൺമക്കളും അവരുടെ കൊച്ചുമക്കളുമായിട്ടുള്ള പെൺമക്കളുടെ എല്ലാം മുഖത്തേക്ക് നോക്കുക, അവർക്കെല്ലാം നല്ല ഒരു ധൈര്യമുണ്ട് എന്ന് പറഞ്ഞു. ജീവിതത്തെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യമുണ്ടായിരുന്നു, അത് അമ്മയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയും. അങ്ങനെ ഓരോരുത്തർക്കും അമ്മയുടെ വിശിഷ്ട ഗുണങ്ങൾ ഓരോരോ കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ കുടുംബങ്ങളുടെ വലിയ നന്മയാണ് അത് കാണിക്കുന്നത്. ആ കുടുംബങ്ങളുടെ എല്ലാം വിളക്ക് തീർച്ചയായിട്ടും അമ്മമാരാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകമായിട്ട് അനുശോചനം അറിയിക്കുന്നു, മക്കൾക്ക് എല്ലാവർക്കും. അതുപോലെ കൊച്ചുമക്കൾക്ക് അമ്മയിൽ നിന്നും ഈ ഗ്രാൻഡ് മദറിൽ നിന്നും എന്തുമാത്രം കാര്യങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നത് അവരുടെ വാക്കുകളിലൂടെ അവരുടെ എക്സ്പ്രഷൻസിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാവുക കൂടിയാണ് ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും അമ്മമാർക്കും അപ്പന്മാർക്കും ഇനിയും അപ്പനും അമ്മയും ആകാനുള്ളവർക്ക്, അതുപോലെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ ആകാനുള്ളവർക്കും ആയിരിക്കുന്നവർക്കും ഒക്കെ ഒരുപാട് ഇൻസൈറ്റ്സ് നൽകുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ ഇതിനെ കാണുകയാണ്. ഇടവകയുടെ നാമത്തിലും അതുപോലെ ബഹുമാനപ്പെട്ട മാത്യു മണക്കാട്ടച്ഛൻ്റെ പേരിലും നാനായ കമ്മ്യൂണിറ്റിയുടെ പേരിലും കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് അനുശോചനം അറിയിക്കുന്നു. ഇതുപോലെ ഒരു നല്ല അമ്മയെ ഈ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നൽകിയതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനാ ശുശ്രൂഷകളുടെ പള്ളിയിലെ കർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സമാപന കർമ്മങ്ങൾക്ക് ശേഷം റിസറക്ഷൻ സെമിട്രിയിലേക്ക് പോവുകയാണ്. ഈ ഇടവകയുടെ ഒരു വാക്ക് അനുശോചനവും അതുപോലെ റിസറക്ഷൻ സെമിട്രിയിലേക്കുള്ള റൂട്ടും എന്ന് പറയുവാനായിട്ട് ഇടവകയുടെ കൈക്കാരനായ സണ്ണി പടയാട്ടിനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, വളരെ ഉദാത്തമായിട്ടുള്ള ഒരു ക്രൈസ്തവ ജീവിതം, കത്തോലിക്ക ജീവിതം നയിച്ചാണ് ഈ അമ്മ കടന്നു പോകുന്നത്. അമ്മ ആയിരുന്ന വീടിൻ്റെ സമീപത്ത് ഉള്ള ഇംഗ്ലീഷ് പള്ളിയിലെ അച്ഛൻ പോലും അക്കാര്യം എടുത്തു പറഞ്ഞത് ഓർമ്മിക്കുകയാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. അച്ഛൻ പറയാനുള്ള ഷീസ് അവർ മെമ്പർ, അവർ പാരിഷ് മെമ്പർ എന്നാണ് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. അത്രയും വളരെ താല്പര്യത്തോടുകൂടി അമ്മ മരിച്ച വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അച്ഛനും അവിടെ എത്തിയിരുന്നു. ഫാദർ ജോസഫ് അച്ഛനെയും പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു. ഒരു വാക്ക് ഇടവകയുടെ അനുശോചനം അറിയിക്കാൻ സന്ധ്യപ്പെടാനായിട്ട് ക്ഷണിക്കുന്നു. His Excellency Bishop James Topil, Reverend Fathers, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, നിഴൽ പോലെ നമ്മെ പിന്തുടരുന്ന മരണത്തെ മുഖാമുഖം കാണുന്ന അപൂർവം ചില അവസരങ്ങളിലൊന്നാണ് നമ്മിൽ നിന്ന് വേർപെട്ടു പോകുന്ന നമ്മുടെ മാതാപിതാക്കളുടെ മരണം. മരണം നമ്മെ ജീവിതത്തിൻ്റെ നശ്വരതയെപ്പറ്റി വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരാൾ കൂടി സ്വർഗത്തിലുണ്ടെന്ന് നമുക്ക് ആശ്വസിപ്പിക്കുക. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈ അമ്മച്ചിയെ ബഹുമാനിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്ത എല്ലാവർക്കും കുടുംബാംഗങ്ങളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾക്ക് സെയിൻറ്റ് തോമസ് ഇടവകയുടെ അനുശോചനം ഞാൻ അറിയിക്കുന്നു. കാരുണ്യവാനായ ദൈവം ഈ ആത്മാവിനോട് കരുണ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷിച്ചു അഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളീടാ. പേജ് 23. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പല്ല കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനയക്കുന്നു. ദുഷ്ടനും വിളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരും ആനന്ദം.
നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുത്ഥാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു. മേഘത്തേരിൽ നാഥൻ എഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശം ഉദിച്ചു. കനകപ്രഭയിൽ കബറിടമൊളിവിന്നും. അതിലുള്ളവരോ നാഥന് പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയൊരു അഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ മരണവുമയിലും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടുകൂടി ഈ ലോകം വിട്ടുപിടിച്ചിരിക്കുന്ന ചാച്ചമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിച്ച ഇവളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തന്റെ വലതു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇവളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഇവളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദാഹരണം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചെറിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനത്താൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചവരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൽ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. ശ്രദ്ധിക്കാൻ ഇപ്പോൾ ബോഡി ചുംബിക്കാനായിട്ടുള്ളത് ഈ സൈഡിൽ വന്ന് അതിലെ വഴി കൊടുക്കാം. അവിടെ കൂടെ ആ സൈഡിലുള്ള വഴി ക്ലിയറാണ്. സ്ത്രീ പുരുഷന്മാരന്തരനിയല ഉദ്ധാരത്തിൽ സ്വർഗം തന്നിൽ ദൂതർഗണക്കെ രാജിക്കുന്നു. മൃതനായ മശിഹ മൂന്നാം ദിവസം ജീവൻ നേടി ഭീകരമൃതിതൻ ചങ്ങലയെ
പൊട്ടിനുറുങ്ങി മൃതിയുടെ കൊടുത കോട്ടകളെല്ലാം തട്ടിനിരത്തി നാഥൻ യുദ്ധാനത്തിൻ പാത തുറന്നു സുതനിയും ജയലാളിതനാ വരുമീധരയിൽ കുരിശിൻ പ്രഭയാൽ പരിവേഷിതനാ ആകാശത്തെ ദൂതന്മാരും ധരമേൽ മരരും അക്ഷമരായി നിന്നാഗമ ദിവസം പാർത്തു കഴിച്ചു വിദ്യജമാനൻ പ്രതിഫലമേകാനെത്തും ദിവസം ഏകം പുലരാ പ്രത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാ ഏകലിച്ച കന്യാമണികൾ കാത്തുകഴിപ്പൂ നിശ്ചഞ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമോദാ അണിനിൽക്കുന്നു ഓശാലകളാലെതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു മരണത്താലേ വിജയമണിഞ്ഞോരുന്നതൃപനാ പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലം ഹൃദരാ വരുവിൻ വരുവിൻ നൃപനേ മുറപോൽ എതിരേൽപ്പതിനാ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരത്തിരുന്നു ഉണർന്നിടാൻ പോകുന്നേ ഞാൻ കരയുന്നോ എന്തിനായി ഞാൻ സ്വന്തം ദേശത്ത് പോകുമ്പോൾ കഴിയുന്നോ യാത്ര ഇത്ര നാൾ കാത്ത് ഭവനത്തിൽ ഞാൻ ചെന്നിടാ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരത്തിരുന്നു ഉണർന്നിടാൻ ദേഹമെന്നൊരവസ്ത്രമോരി ആറടി മണ്ണിലാഴ്ത്തവേ ഭൂ
സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. കർത്താവേ, ഞാൻ പ്രവർത്തിക്കും കർത്താവേ, നീ അറിയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവാപുത്രൻ റൂഹായേ, മദനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ, ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ കുദ്ദാനം നീയേകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. പാവിനിക്ക് പൊറുതി കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോട് കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്ദുതിയോടെ നിർമ്മല ചരിതകളാം സാറായേലീശ്വ മർത്തയോടും കൂടെ കടശയിലുദ്ധാനം നിതരാൻ കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുദ്ധാനം വരുമല്ലോ, മരണമുറക്കം താൻ.
ചെയ്യുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. രാവുമ്പകലിൽ ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ട് ദൈവം എവിടെയെന്ന് അവൾ നിത്യവും പരിഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീതായുവുമായ ശബ്ദത്താൽ ആശ്രയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മോഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുമാ തീർക്കുകയും ചെയ്യട്ടെ. പാവങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓസ്ലയത്തിലേക്ക് ഞങ്ങളുടെ അമ്മച്ചിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് അമ്മച്ചിയെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ